നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി തൃശൂരിൽ നിന്നും പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെ അന്വേഷണ സംഘം പിടികൂടിയത് മാള ആലത്തൂരിൽ നിന്ന്. പ്രതി പിടിയിലായത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. കാശ്മീർ ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി BJP. പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പതാകയും കത്തിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. പണിമുടക്ക് മെയ് 20-ന്. കൺവെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിൽ. മദ്രസ പ്രവർത്തനങ്ങളിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ടവർക്ക് കോൺഫറൻസിൽ ആദരം. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി തൃശൂരിൽ നിന്നും പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെയാണ് അന്വേഷണ സംഘം മാള ആലത്തൂരിൽ നിന്നും പിടികൂടിയത്. മാളയിലെ കോഴിഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ജാർഖണ്ഡ് സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു പ്രതിയുണ്ടായിരുന്നത്. 10-ലധികം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ മാറ്റി ഉപയോഗിക്കുകയായിരുന്നു ഇയാൾ. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോൺ ഇയാൾ അപഹരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. ഉപയോഗത്തിലുള്ള ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പുലർച്ചെ 1 മണിയോടെയാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയെയുമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. രാവിലെ വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന് പുറമെ മറ്റ് ചില ബിസിനസ് സ്ഥാപനങ്ങളും വിജയകുമാറിന്റെ പേരിലുണ്ട്. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിൽ വൻ അഴിമതിയെന്ന് BJP. അഴിമതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. BJPയുടേത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ പ്രതികരിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ 421 പേർ പങ്കെടുത്തതായി BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പലരും അംഗൻവാടി വർക്കർ എന്ന നിലയിൽ മുൻപരിചയമുള്ളവരും മാനദണ്ഡങ്ങൾ അനുസരിച്ച് അർഹതയുള്ളവരുമാണ്. എന്നാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി CPM സ്വജനപക്ഷപാതവും രാഷ്ട്രീയവൽക്കരണവും നടത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പാർട്ടിക്കാർക്കും വേണ്ടിയാണ് അംഗൻവാടി വർക്കർ ഇന്റർവ്യൂ നടത്തിയതെന്ന് BJP ആരോപിച്ചു. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ CPMഉം പഞ്ചായത്ത് ഭരണപക്ഷവും വഞ്ചിച്ചു. ഇതിനെതിരെ BJP മെമ്പർമാർ CDPOയ്ക്ക് പരാതി നൽകിയിരുന്നു. ബോർഡ് യോഗത്തിൽ പരാതിയും വിയോജനക്കുറിപ്പും നൽകുകയുണ്ടായി. എന്നാൽ ധാർഷ്ട്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം BJP വാണിയംകുളം പഞ്ചായത്ത് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. ജില്ലാ കളക്ടർക്കും കേരള ഗവർണർക്കും പരാതി നൽകുകയും ചെയ്തു. ഇതുവരെ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട വിജിലൻസിനും ഉന്നത അധികാരികൾക്കും പരാതി നൽകും. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് വ്യക്തമാക്കി. നിലവിൽ ഈ സമയം വരെ ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള മേൽ നടപടികളൊന്നും കൈക്കൊള്ളാൻ ഉന്നതാധികാര സമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു നിയമനം വരണമെങ്കിൽ അംഗനവാടി വർക്കർ ആവുവാനോ ഹെൽപ്പർ ആവുവാനോ CPMന്റെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുടെ ബന്ധു ആകണമെന്നോ CPMന്റെ LC സെക്രട്ടറിയുടെയോ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ബന്ധുവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവരോ ആകണം എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് നിലവിൽ ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധുക്കൾ 3-4 പേരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലുള്ള ആളുകൾ അവരാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ. BJP വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, ജില്ലാ കമ്മിറ്റി അംഗം K ഗോപിനാഥ്,
മണ്ഡലം സെക്രട്ടറി പി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം BJP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് യാതൊരുവിധ റോളുമില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പ്രതികരിച്ചു. പഞ്ചായത്തിൽ ഹെൽപ്പർ നിയമനമല്ല നടന്നത്, പഞ്ചായത്തിൽ നടന്നത് വർക്കർ നിയമനം. BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അവരത് വെച്ച് വെറുതെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പാകിസ്ഥാൻ പതാകയും കത്തിച്ചു. പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സുൽത്താൻപേട്ട സിഗ്നലിൽ സമാപിച്ചു. പ്രകടനം സമാപിച്ച പ്രതിഷേധ പ്രസംഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ കോലവും പാകിസ്ഥാൻ പതാകയും BJP പ്രവർത്തകർ കത്തിച്ചത്. പ്രതിഷേധ പ്രകടനം BJP ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ RG മിലൻ, അശോക് പുത്തൂർ, മിനി കൃഷ്ണകുമാർ, PS മീനാക്ഷി, കവിതാ മേനോൻ, നവീൻ വടക്കന്തറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. മെയ് 20-നാണ് ദേശീയ പണിമുടക്ക്. പാലക്കാട് KG ബോസ് ഭവനിൽ ചേർന്ന കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. മെയ് 20-ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായാണ് പാലക്കാട് KG ബോസ് ഭവനിൽ ജില്ലാ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗം കർഷക ജനസാമാന്യവുമായി ചേർന്നുകൊണ്ട് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വർഗസമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ വർഗസമരം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, കൂടുതൽ ശക്തമായി, കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ചരിത്ര സംഭവമായി മെയ് മാസം 20-ന്റെ പണിമുടക്ക് മാറും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ സമരപരിപാടികൾ വിശദീകരിച്ചു. TK നൌഷാദ് CITU, KC ജയപാലൻ AITUC, M രാമചന്ദ്രൻ HMS, PT ഉണ്ണികൃഷ്ണൻ NLC, സുബ്രഹ്മണ്യൻ V TUCI, മോഹൻ കാട്ടാശ്ശേരി TUCC തുടങ്ങിയവർ സംസാരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു സ്വാഗതവും C അംബിക നന്ദിയും പറഞ്ഞു. ദേശീയ പണിമുടക്കും അനുബന്ധ പരിപാടികളും വിജയിപ്പിക്കാൻ ജില്ലയിലെ എല്ലാ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. 4 ലേബർ കോഡുകൾ ഉടൻ പിൻവലിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കരാർ തൊഴിലാളികൾ, സ്കീം തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും ദേശീയ മിനിമം വേതനം പ്രതിമാസം 26,000 രൂപയായി പ്രഖ്യാപിക്കുക, ഔട്ട്സോഴ്സ്, ഫിക്സഡ് ടേം തൊഴിൽ, അപ്രന്റീസുകൾ, ട്രെയിനികൾ തുടങ്ങി പല പേരുകളിൽ തൊഴിലിനെ താൽക്കാലികവൽക്കരിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുക, കരാർ തൊഴിലാളികൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം ഉടൻ നടപ്പിലാക്കുക തുടങ്ങി 17 ആവശ്യങ്ങളാണ് പണിമുടക്കിനാധാരമായി സംയുക്ത ട്രേഡ് യൂണിയൻ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. വരും നാളുകളിൽ നിർമ്മാണ തൊഴിലാളികളും സമൂഹവും നേരിടുന്ന പ്രതിസന്ധികളും ഭീഷണികളും ചെറുത്തു പരാജയപ്പെടുത്താൻ ഉതകുന്ന ലക്ഷണമൊത്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിനെ മാറ്റിയെടുക്കുക എന്നതാണ് സമ്മേളനങ്ങളിൽ നാം ലക്ഷ്യമിടുന്നത്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.
പി സുരേന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും കെ.പി. മണികണ്ഠൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ. ഭാസ്കരൻ, NP വിനയകുമാർ, KR വിജയൻ, VM സുശീല എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ്. മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിലാണ് SMA പാലക്കാട് മാനേജ്മെന്റ് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. മുസ്ലിം സമൂഹത്തിനും കേരളത്തിനാകെയും വലിയ സംഭാവനകളാണ് മദ്രസകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും മൂല്യമുണ്ടെന്നതാണ് മദ്രസയിലൂടെ പഠിപ്പിക്കുന്നത്. മദ്രസ പഠനങ്ങളെ മറ്റൊരു കണ്ണിലൂടെ നോക്കുന്ന ചെറിയ വിഭാഗമുണ്ടെന്നത് സത്യമാണ്. മതങ്ങൾക്കെതിരെയും വിഭിന്ന സംസ്കാരങ്ങൾക്കും ആചാരങ്ങൾക്കും നേരെയുമുള്ള അസഹിഷ്ണുത ആപത്താണെന്ന തിരിച്ചറിവും മദ്രസകൾ നൽകുന്നുണ്ട്. ഓരോ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കോൺഫറൻസ് വ്യക്തമാക്കി. ദീർഘകാലം മദ്രസ കമ്മിറ്റികളിൽ അംഗമായി സേവനമനുഷ്ഠിച്ചവരെ കോൺഫറൻസ് അനുമോദിച്ചു. MP അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. മതവിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകി പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ നായകന്മാരാകാൻ പ്രാപ്തരാണ്. അറബി, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം 4 ഭാഷയിലുള്ള പ്രാവീണ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാപ്തരായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഏത് ഭാഗത്തും, ഭാരതത്തിൻ്റെ ഏത് ഭാഗത്തും മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അഹ്ലു സുന്നത്ത് ജമാഅത്തിന് പ്രബോധനം നടത്താനും പ്രചരിപ്പിക്കാനും KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. KV സിദ്ദിഖ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സഖാഫി കൊല്ലം, ബദ്രു സാദത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി, അലിയാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഔഷധ സംഭാര വിതരണം ഏറെ പ്രശംസ പിടിച്ചുപറ്റുന്നു. പറളി ചന്തപുര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരാണ് ദിവസവും 100 കണക്കിന് ആളുകളുടെ ദാഹമകറ്റുന്നത്. വെട്ടം പുലർന്നാൽ ഇരുട്ട് പരക്കും വരെയും വണ്ടിയുടെ വളയം പിടിച്ച് തനിക്കും കുടുംബത്തിനും അതാത് ദിവസത്തേക്കുള്ള അന്നം കണ്ടെത്തുവാൻ പെടാപ്പാട് പെടുമ്പോഴും സഹജീവികളുടെ പ്രശ്നപരിഹാരത്തിന് സമയം കണ്ടെത്തിയ പറളി ചന്തപുര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രവൃത്തിക്ക് പരക്കെ അംഗീകാരം. വിഷുത്സവത്തിന് ശേഷം ചൂട് കത്തിക്കയറാൻ തുടങ്ങിയതോടെ പറളിയിൽ പലവിധ ആവശ്യങ്ങൾക്കായി എത്താറുള്ള 100 കണക്കിന് യാത്രക്കാർക്ക് തൊണ്ട വരളതയും ദാഹമകറ്റുവാനുമായി ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഔഷധ സംഭാരണ വിതരണമാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നത്. തൈര്, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, നെല്ലിക്ക തുടങ്ങിയ ഔഷധക്കൂട്ടുകളാണ് സംഭാരം തയ്യാറാക്കുന്നത്. പറളി ചന്തപുര ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ ഈ പുണ്യപ്രവൃത്തിക്ക് എല്ലാവരും സഹായിക്കുന്നുണ്ടെന്നും ദിനംപ്രതി 600 രൂപ ചെലവ് വരുന്നുണ്ടെന്നും പറഞ്ഞു. 100 കണക്കിന് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസകരമായ സംഭാരം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വിതരണം തുടങ്ങുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. നമ്മളിവിടെ കുടിവെള്ളവും അതുപോലെ തന്നെ സൗജന്യ സംഭാര വിതരണവും ചെയ്യാറുണ്ട്. പല ആളുകളും അതിനോട് സഹകരിക്കുന്നുണ്ട്, സംഭാവനകളൊക്കെ തരുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ സംഭാര വിതരണം ചെയ്യുന്നത്. പറളി ചന്തപുര ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ള എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നമ്മൾ ഈ സംഭാര വിതരണം ചെയ്യുന്നത്. 4-5 വർഷമായിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ സംഭാവന തരാറുണ്ട്. ഓരോ ദിവസത്തേക്ക് എന്ന് എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് തരും. 600 രൂപ, 16 പാക്കറ്റ് തൈര്, പിന്നെ അതിൻ്റെ മല്ലി, മുളക്, അതുപോലെ മല്ലിയില, എല്ലാ സാധനങ്ങളും, ഇഞ്ചി ഒക്കെ മേടിച്ച് ഞങ്ങളെല്ലാം കൂടെ മിക്സി വാങ്ങിയിട്ട് അതിൽ മിക്സിയിലിട്ട് അടിച്ച് എല്ലാം കലക്കി, നല്ല ഫിൽറ്റർ വാട്ടറാണ്, അതിലെല്ലാം മിക്സ് ചെയ്ത് എല്ലാവർക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലഹരിക്കെതിരെ ഫുട്ബോൾ പരിശീലനവുമായി വേങ്ങശ്ശേരി NSS ഹൈസ്കൂൾ. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വിദ്യാലയത്തിൽ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചത്. കൗമാരത്തെ ലഹരിയിൽ നിന്നകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ ഫുട്ബോൾ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് പരിശീലനം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം M സനീഷ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റർ M ശശികുമാർ, M രാധാകൃഷ്ണൻ,
ബി ധരേഷ്, വി വിദ്യ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം BRCയിലെ കായികാധ്യാപകൻ എം രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. രാവിലെ 7 മണി മുതൽ 8:30 വരെയാണ് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്തിരിപ്പാല SVB ചിത്രകലാലയത്തിൽ 7 നാൾ നീണ്ടുനിന്ന ചിത്രകലാ ക്യാമ്പ് സമാപിച്ചു. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് സൗജന്യ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തി ചിത്രകലാകാരന്മാരായി വാർത്തെടുക്കുകയാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 7 ദിവസത്തെ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ഈ 7 ദിവസത്തെ ചിത്രരചനയിൽ നമ്മൾ അവസാനിപ്പിക്കുകയല്ല. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ നമ്മുടെ വീട്ടുകാരുമായിക്കൊണ്ടും അതുപോലെ ഇതുപോലെയുള്ള നമ്മൾക്ക് ചെയ്യാൻ കഴിവുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ലഹരി. അത് നല്ല വഴിക്കുള്ള ലഹരിയുമുണ്ട്, അതല്ലാത്ത രീതിയിലുള്ള ലഹരിയുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ മക്കളാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല രീതിയിലുള്ള ലഹരി എന്നുള്ളത് നമുക്കിപ്പോൾ വായനയാവാം, ചിത്രം വരെയാവാം. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. സെക്രട്ടറി PR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ PM രാമൻ എമ്പ്രാന്തിരി, ഉണ്ണികൃഷ്ണൻ, സിറ്റിസൺ യൂസഫ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരായ രാമൻ എമ്പ്രാന്തിരി, ഉണ്ണികൃഷ്ണൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ആദരിച്ചു. കലാകാരൻ ലക്കിടി സദീപ് രായിരത്ത് രചിച്ച പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച മേൽശാന്തി വി. രാമകൃഷ്ണൻ എമ്പ്രാന്തിരിക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. 1996 മുതൽ 2024 വരെ ക്ഷേത്രത്തിൽ സുദീർഘമായ സേവനമനുഷ്ഠിച്ച അദ്ദേഹം വർഷങ്ങളോളം മേൽശാന്തിയായി സേവനം ചെയ്തു. ജനകീയ മുഖമായി മാനവ സൗഹാർദ്ദവും ബഹുസ്വരതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ജനങ്ങളോട് ഇടപഴകിയ വ്യക്തിയാണ് എന്ന് അൻവർ സാദിഖ് പറഞ്ഞു. എമ്പ്രാന്തിരിയെ പൊന്നാടയും ഉപഹാരം നൽകിയാണ് ആദരിച്ചത്. രാമകൃഷ്ണൻ എമ്പ്രാന്തിരി അവർ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൗമ്യമായി 28 വർഷം യാതൊരു വിവാദങ്ങളുമില്ലാതെ എല്ലാ ആളുകളോടും വളരെ ചിരിച്ചിടപഴകി മാനവ സൗഹാർദ്ദം കാത്തു സൂക്ഷിച്ച് ബഹുസ്വരതയുടെ ഈ കാലഘട്ടത്ത്, അത്യാവശ്യമായ ഈ കാലഘട്ടത്ത് ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രധാന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. വാർഡംഗം P. യുറജില, KP മുനീർ, സാദിഖ് അലി, NS നൂരിഷ, R. ശശിധരൻ, R. ബേബി, ദേവു, P. ശാന്തി, എമ്പ്രാന്തിരിയുടെ ഭാര്യ പ്രസന്ന എന്നിവരും പങ്കെടുത്തു. രാമകൃഷ്ണൻ എമ്പ്രാന്തിരി മറുപടി പ്രസംഗവും നടത്തി. എന്റെ വാർഡ് മെമ്പറും അയൽവാസിയായ സാദിഖിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി തൃശൂരിൽ നിന്നും പിടിയിൽ. അസം സ്വദേശി അമിത് ഉറാങ്ങിനെ അന്വേഷണ സംഘം പിടികൂടിയത് മാള ആലത്തൂരിൽ നിന്ന്. പ്രതി പിടിയിലായത് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. കാശ്മീർ ഭീകരാക്രമണം, പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി BJP. പാലക്കാട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കോലവും പതാകയും കത്തിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ. പണിമുടക്ക് മെയ് 20-ന്. കൺവെൻഷനിൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ. CITU ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ. മദ്രസകൾ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പ്രഭവ കേന്ദ്രമാകണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ മാനേജ്മെന്റ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയത്തിൽ. മദ്രസ പ്രവർത്തനങ്ങളിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ടവർക്ക് കോൺഫറൻസിൽ ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.